ഹലോ. അപ്പോൾ ഇന്ന് എന്തോ കുക്കിങ് നൈറ്റ്? ചിക്കൻ ബിരിയാണി, മുട്ടക്കറിയും സലാഡ്. ഇന്ന് ഒരുമിച്ചുള്ള കുക്കിംഗ്. ഇന്ന് ഒരുമിച്ചുള്ള. ഓക്കെ, അപ്പോൾ കുക്കിങ്ങിലോട്ട് പോകാം. വാട്ട് ഈസ് ദ പരിപാടി? എന്ത്? മുട്ടക്കറി. കറി. എൻ്റെ മമ്മി നിഷ, നിന്നെ ഞാൻ കിച്ചണിൽ കയറ്റാത്തത് കിച്ചണിൽ കേട്ടാത്തതിന്റെ കാരണം എനിക്കറിയാം, അവരോട് പറഞ്ഞാൽ മതി. ഒരിക്കൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാണ്. ചൂടുവെള്ളം ഫുള്ള് ഇവിടെ നിന്ന് ഫുള്ളും വീണും ഇതാ റിക്കവറി ചെയ്യാൻ കുറേ ടൈം എടുത്തു. അതിനുശേഷം എനിക്ക് പേടിയാണ്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അകത്ത് കയറ്റാറില്ല അത്രയാണ്. അതുകൊണ്ട് പേടി. അതുകൊണ്ട് എനിക്ക് സുഖം. അതുകൊണ്ട് എനിക്ക് പണി, അവൾക്ക് സുഖം. പച്ചവളവ് പോലെ എടുത്തിട്ടില്ല, നീ ഒരു കുക്കാ. ചുമ്മാ അല്ല, മറ്റേ റീല് കണ്ടിട്ട് നിന്നെ എല്ലാരും എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചത്. മുഖം കണ്ടാലേ ക്രൂരനാണ്, ക്രൂരൻ. ഉവലിനെ പഠിക്കുകയാണോ? അതെന്തിനാ? ഇത് മുട്ടക്കറിക്കല്ലേ? അല്ല, പിന്നെ അത് ബിരിയാണിക്കാണ് എടുത്ത് വെച്ചേ. ഞാൻ ബിരിയാണിക്ക് ഇതെല്ലാം എടുത്ത് വെച്ചേ. അപ്പൊ തക്കാളി നിനക്ക് അത്ര വേണ്ടെങ്കിൽ ഇപ്പത്തില്. ഇപ്പൊ ഇത് മുട്ടക്കറി, ഇപ്പൊ ഇത് ബിരിയാണിക്ക് അല്ല, അതും ഇത് ബിരിയാണിക്ക്, ഇത് മുട്ടക്കറിക്ക്. ഞാൻ ഇത് ഇപ്പൊ ഇത്ര മതി എന്നാണ്. പോരാ, എനിക്ക് തക്കാളി കൂടുതൽ വേണം. അപ്പൊ അതിൽ വെച്ച എന്റെ ക്ലീനിങ്ങിനെ എല്ലാരും പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. അത് നമ്മളിപ്പം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫിനിഷ് ചെയ്ത് പോകണം. അത് ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ എനിക്കത് ഒരു തൃപ്തിയായിരിക്കും, സംതൃപ്തി എന്ന് പറയും. കുക്കിങ്ങിന് അത് ഒരു മെയിൻ പാർട്ടാണ് ഈ വൃത്തി എന്ന് പറയുന്നത്. നമ്മളെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അത് നമ്മൾ പിന്നെ അത് കാണുന്തോറും നമുക്ക് അത് ഇറിറ്റേറ്റ് ആവും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ക്ലീൻ ചെയ്ത് ഫുഡ് ഉണ്ടാകാനാണ് എനിക്കിഷ്ടം. അതാണ് ബെറ്റർ. എനിക്ക് ലാലേട്ടൻ പറയുന്നില്ല, കുറച്ച് സ്നേഹവും അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്നേഹം കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ വൈഫിന് വേണ്ടി ഉണ്ടാക്കുന്നതും അവൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതും സ്നേഹമാണ്. അപ്പം അതിൽ ടേസ്റ്റ് കൂടും. അതാണ് ഒന്നാമത്തെ പാർട്ട്. അതിൻ്റെ കൂടെ വൃത്തിയും ഉണ്ടെങ്കിൽ ഡബിൾ ആണ്. നമ്മൾ ഇച്ചിരി 2 കറികൾ മതി. ആക്ച്വലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി 2 കറി മതി. അത് നന്നായിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ സ്നേഹം കൂടി ചേർക്കാം, ഇല്ലേ? 2 കറി വേണമെന്ന് പോലും ഇല്ല, 1 കറി ആണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയാണ്, 1 കറിയും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ കഞ്ഞിയാണ്, പയറും കഞ്ഞി. നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഇപ്പം പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, സത്യം പറഞ്ഞു.
ഈ റെസിപ്പി ആരും ട്രൈ ചെയ്യരുത്. എൻ്റെ ഓൺ റെസിപ്പി ഇതെല്ലാം അവിടെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടില്ല. കഴിക്കുന്നവ ഞാനല്ലേ, അതുകൊണ്ട് കുഴപ്പം. നീ മാത്രമല്ല, ഞാനും കഴിക്കുന്നുണ്ട്. എല്ലാം വീട്ടൊന്ന് വായിച്ചതാണ്. മുട്ടക്കറിയും കൂടാണേ. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് പച്ചമുളക്, എന്ത് പച്ചമുളകാണ് ഇങ്ങോട്ട് വെച്ചേക്കുന്നത്, കുറച്ച് ഇഞ്ചി. ആർക്ക് എന്നും അരിച്ചരിച്ചാൽ ഞാൻ ആഹാരം കഴിക്കുന്നത്. ഒരേ ഒരു പ്രശ്നം ഇവന്റെ ഫുഡിന്റെ. അതേപോലെ എന്നും ഇപ്പൊ പോകുന്നത്. പെണ്ണങ്ങി ഗായ്സ്, പെണ്ണങ്ങി ഗായ്സ്, പെണ്ണങ്ങി. അരി കഴിക്കുക. ഉപ്പിട്ടില്ലല്ലോ ഞാൻ. അരി ചോറിനും കൂടെ ചേർത്തിട്ടാണ് പാട്ടാ. ഉപ്പാണ് കേട്ടോ, ചോറ് മാത്രമല്ല, ചിക്കനും ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പൊ ചിക്കനും പിടിക്കണ്ടേ. തീ കുറച്ച് വെച്ചോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ആക്ച്വലി മല്ലിപ്പൊടി ഒന്നും ഇടില്ല, ഞാനിടും. ദിസ് ഇസ് മൈ റെസിപ്പി. അതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇഷ്ടമുള്ളത്. നീ കഴിക്കൂലേ? മുളക് പൊടിയാണേ. എനിക്ക് എരിയാൻ പറ്റൂല. എന്നിട്ടും ദിസ് ഇസ് ടു മച്ച്. കുറച്ച് ഗരം മസാല, ഇത് കൂടുതലാണ് അല്ലേ സത്യത്തിലേ. ഇതിന് പുതിനയല്ല, പക്ഷെ അതൊന്നും ഇല്ലാത്ത ഹോട്ടലല്ലോ. അതിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇത് ചിക്കൻ ഞാൻ വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എനിക്ക് വിശക്കുന്നു. ഇച്ചിരി കറിവേപ്പില ഇടണമെന്നുണ്ട്. അതുമില്ല. ഞങ്ങളിങ്ങനെ ഉള്ളത് വെച്ച് ഓണം പോലെയാണ്. ഒരുപാട് സാധനം ഇങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല. ഡെയിലി എന്താണ് വേണ്ടതെന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വരും. ഇന്നിപ്പോൾ മുട്ടയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വാങ്ങിച്ചുകൊണ്ട് വരണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പതിവ്. മുട്ടക്കറിയാ, ബിരിയാണി മുട്ടക്കറിയും. വാട്ട് എ വിയേർഡ് കോമ്പിനേഷൻ. എന്ത് കുറച്ചിടാം അല്ലേ? മതി. എനിക്ക് ഇങ്ങനെ സ്പൂണിൽ വെച്ചുള്ള അളവൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഉള്ളി തട്ടൽ എല്ലാം ഒരു ഊഹമാണല്ലോ, ലൈറ്റ് ഒരു ഊഹമാണ്. എന്തുപോയോ? ഇല്ലല്ലോ. ഇല്ല. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാം. ബിരിയാണി ഒന്നും അല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു നോക്കിട്ട് പറ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ ലൈക്ക്
ആ പിന്നെ ആ മണി പിടിച്ച് 2 അടിയും കൂടി അടിച്ചിട്ട് പോണേ.